അച്ഛനെ കഴിഞ്ഞ ദിവസം ഒരു സിനിമ നടി പറഞ്ഞല്ലോ കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷർപ്പിക്കുന്ന കാര്യം അത് സത്യമാണോ അച്ഛനെ? സത്യമാണോന്നോ നീ എന്നെ പറയുന്നത്? എടാ പാരമ്പര്യമായിട്ട് വിഷവൈദ്യന്മാരുള്ള ഒരു കുടുംബമായിരുന്നു എൻ്റെ. നിനക്കറിയാവോ, എൻ്റെ മുത്തച്ഛനൊരു വിഷഹാരിയായിരുന്നു. പുള്ളി സ്വന്തമായിട്ട് വീട്ടിൽ പാമ്പിനെ വളർത്തിയിരുന്നു. എന്നിട്ട് പുള്ളി ഈ പാമ്പിനെ വിട്ട് ആൾക്കാരെ കടിപ്പിക്കും, പിന്നെ കടിച്ച പാമ്പിനെ വിളിച്ച് വിഷം ഇറക്കിപ്പിക്കും. മുടിഞ്ഞ ബിസിനസ് ട്രിക്കായിരുന്നു. അച്ഛനെ അപ്പോൾ പാമ്പിനെ എങ്ങനെ വിളിക്കുക? എടാ അത് ഈ പാമ്പിന് എല്ലാ പാമ്പിനും ഓരോ പേരാ. സുധാകരൻ, ദിവാകരൻ, ഉൽപ്പലാക്ഷൻ, പിന്നെ ഭവാനി പാമ്പ്. ഇപ്പോഴാണെങ്കിൽ സുധാകര വാടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരും. പക്ഷേ ഇത് 1960 സംഭവമാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുധാകര വരുന്നടാ അങ്ങനെ വിളിക്കണം. ആശാനെ മുത്തച്ഛൻ ഭയങ്കര ഒരു സംഭവമായിരുന്നു അല്ലേ? പക്ഷേ മുത്തച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും വലിയ സങ്കടം. പണ്ട് വഴിതെറ്റി കയറി വന്നൊരു 8 അടി മൂർഖൻ്റെ ചെവി ചെന്നിട്ട് സുധാകര നീ ആ രാജനെ പോയി കടിച്ചിട്ട് പോടാന്ന് പറഞ്ഞു. മൂർഖൻ ചാടി മുത്തച്ഛൻ്റെ പെടലേക്ക് ഒരു കടി. 8 അടി നടന്നു കഴിഞ്ഞിട്ട് മരിച്ചു പോകുമല്ലോ എന്ന് കരുതി 7 അടി നടന്നിട്ട് പിന്നെ ചാവണ വരെ അവിടെ ഒറ്റയിരിപ്പായിരുന്നു. പോട്ടെ ആശാനെ, വിഷമിക്കണ്ട. ആശാനെ അപ്പോൾ ഈ തൊഴുത്തിന് എങ്ങനെയാണ് ആശാനെ തീ പിടിക്കുന്നത്? അതാ കറവക്കാരൻ വീട് വലിച്ചിട്ട് വൈക്കത്തൂറിൻ്റെ അകത്തോട്ട് എറിഞ്ഞതാണ്. പെരയടക്കമാണ് കത്തിപ്പോയത്. എല്ലാം കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ 4 പശുക്കളും കറവക്കാരനും മിന്നാരത്തിലെ പട്ടി നിൽക്കുന്നവരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ മുത്തച്ഛനോ? 8 അടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തച്ഛൻ തട്ടിപ്പോവില്ലേ? പുള്ളി ഇരുന്നോടത്തൊന്നും അനങ്ങിയില്ല. അപ്പോൾ മുത്തച്ഛൻ ചത്തോ? തീ വന്ന കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തച്ഛൻ അവിടെ നിന്ന് പേടിച്ച് മുള്ളി അങ്ങോട്ട് വിട്ടു. ഈ മൂത്രം മുത്തച്ഛൻ്റെ ചുറ്റും ഒരു വൃത്തമായിട്ട് അങ്ങോട്ട് മാറി. ഈ വൃത്തത്തിൻ്റെ അപ്പുറത്തോട്ടുള്ള എല്ലാം അങ്ങോട്ട് കത്തിപ്പോയി. എൻ്റെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ ഭരതത്തിലെ ലാലേട്ടനെ പോലെ മുത്തച്ഛൻ തീയുടെ നടുക്ക് ഒറ്റ ഇരിപ്പാണ്.